മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളൊന്ന് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ശബ്ദലേഖന മികവാണ്. ഹോളിവുഡ് സാങ്കേതിക വിദഗ്ധരടക്കം അത്ഭുതത്തോടെയാണ് ഈ ചിത്രത്തിൻ്റെ സാങ്കേതിക പൂർണ്ണതയെ നോക്കിക്കണ്ടത് അന്ന്. മണിച്ചിത്രത്താഴിൻ്റെ സൗണ്ട് ഡിസൈനർ എം.ആർ. രാധാകൃഷ്ണൻ തൻ്റെ ശബ്ദലേഖന അനുഭവങ്ങൾ 24 പങ്കുവയ്ക്കുന്നു. പുതിയ രീതിയിൽ പുതിയ ശബ്ദ സാധ്യതയിൽ ഈ ചിത്രം അണിയിച്ചൊരുക്കുമ്പോൾ എം.ആർ. രാധാകൃഷ്ണനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. പ്രശസ്ത സംഗീത സംവിധായകൻ എം.ജി. രാധാകൃഷ്ണൻ്റെ മകനാണ് രാധാകൃഷ്ണൻ. പുതിയ തലമുറയ്ക്ക് സ്വീകാര്യമായ നിലയിൽ പഴമ നിലനിർത്തിയാണ് ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നത്. റീ റിലീസിംഗിൽ സ്ഫടികത്തിനു പിന്നാലെ മറ്റൊരു കാൽവയ്പിലാണ് സൗണ്ട് ഡിസൈനർ എം.ആർ. രാധാകൃഷ്ണൻ. മലയാളത്തിനു പുറമെ ബിഗ് ബജറ്റ് ചിത്രങ്ങളായ കൽക്കി, കാന്താര കൂടാതെ ബോളിവുഡ് ചിത്രം ആനിമലിലടക്കം ശ്രദ്ധേയനായ ശബ്ദ സാങ്കേതിക വിദഗ്ധൻ. 30 വർഷങ്ങൾക്കിപ്പുറവും തെളിമ മാറാതെ നിൽക്കുന്ന ഫാസിൽ ചിത്രം അബ്രപാളിലേക്ക് വീണ്ടും എത്തുമ്പോൾ സംഗീത സംവിധായകൻ എം.ജി. രാധാകൃഷ്ണന്റെ മകൻ എം.ആർ. രാധാകൃഷ്ണന് വെല്ലുവിളികൾ ഏറെയാണ്. അപ്പോൾ ആ സമയത്ത് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു ഫ്ലൂട്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ അത് നമ്മൾ ഇത് ചെയ്യും, എന്താ പറയുക, അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു വിടും. പക്ഷേ അത് ഇന്നത്തെ കാലത്ത് അത് അങ്ങനെ വിടില്ല. എല്ലാം പെർഫെക്റ്റായിട്ട് ഫൈൻ ട്യൂൺ ചെയ്ത് പോകേണ്ട ഒരു കാലഘട്ടം. അപ്പം അന്ന് ചെയ്ത ആ മിസ്റ്റേക്ക് വീണ്ടും റീക്രിയേറ്റ് ചെയ്യുക നമ്മൾ, ചെറിയൊരു ഫ്ലൂട്ടിലുണ്ടായ ചെറിയ ബിറ്റ് പോലും. പക്ഷെ അത്രയ്ക്ക് ഒരു രസമുള്ളൊരു പരിപാടിയാണ്. മലയാളി മനസ്സുകളിൽ ആഴത്തിലിറങ്ങിയ മണിച്ചിത്രത്താഴ് ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ചിത്രമെന്ന് അടിവരയിടുകയാണ് രാധാകൃഷ്ണൻ. ചിത്രത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ സംവിധായകൻ ഫാസിലിൽ നിന്ന് പിതാവിനൊപ്പം കഥ നേരിട്ട് കേട്ടത് ഓർത്തെടുക്കുകയാണ് രാധാകൃഷ്ണൻ. ഓരോ ക്യാരക്ടറായിട്ട് മാറിയിട്ട് പുള്ളി ഒരു സൈഡിൽ ആദ്യം മാറി നിൽക്കും, പിന്നെ അടുത്ത സൈഡിലോട്ട് പോകും. അങ്ങനെ ഓരോ ക്യാരക്ടറായിട്ട് മാറി നിന്നിട്ട് ഇങ്ങനൊരു കഥ പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കേട്ടു. അത് എന്നെ അത് എഫക്റ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ പേടിച്ചു പോയി. അത്രയ്ക്ക് എന്നെ കണക്ട് ചെയ്തൊരു പടം. ചിത്രത്തിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് വേറിട്ട ശബ്ദ ദൃശ്യാനുഭവമാകുമെന്ന പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ് ഈ ദേശീയ അവാർഡ് ജേതാവ്. 24 കൊച്ചി. എന്തായാലും ഈ ചിത്രം ഒരു വലിയ ശ്രദ്ധ നേടുമെന്ന കാര്യത്തിൽ സംശയമില്ല. മണിച്ചിത്രത്താഴിൻ്റെ പുതിയ രൂപത്തിന് എല്ലാവിധമായ ആശംസകളും. അടുത്ത മാസം 17-ാം തീയതിയാണ് റീ റിലീസിംഗ്.